ഹായ് ഓൾ വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് നല്ല പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് ഒരു കപ്പ് പച്ചരി. ഇനിയിപ്പോൾ മെഷർമെൻറ്റ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ, അതിന് ഒരു ഗ്ലാസ് പച്ചരി എടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഗ്ലാസ് അരിൻ്റെ കണക്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് ഞാൻ 5-6 മണിക്കൂർ കുതിർത്ത് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള പച്ചരിയാണ്. ഇനിയിപ്പോൾ ഒരു മിനിമം 5 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് നോക്കണേ. ഇനി നമുക്ക് വേണ്ടത് പുഴുക്കലരിയാണ്. അതായത് നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, അതിപ്പോൾ ഏത് അരി ആയാലും കുഴപ്പമില്ല. മട്ട റൈസ് ആയാലോ പൊന്നി റൈസ് ആയാലോ കുറുവായാലോ ഏതായാലും കുഴപ്പമില്ല. നമ്മൾ ചോറ് കഴിക്കുന്ന അരിയില്ലേ, അതായാൽ മതി. ഞാനിപ്പം എടുത്തിരിക്കുന്ന അളവെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൈപ്പിടി അളവിനാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം ഇതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പ്, അതായത് മെഷർമെൻറ്റ് കപ്പിലാണെങ്കിൽ ഒരു 1/4 കപ്പിൻ്റെ അളവാണ് ഇതെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മെഷർമെൻറ്റ് കപ്പ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ഗ്ലാസ് ഇല്ലേ, അതിനൊരു 1/4 ഗ്ലാസ് പുഴുക്കലരി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതും നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസാണ്. പക്ഷേ ഇത് കുതിർക്കുമ്പോൾ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടിട്ട് വേണം കുതിർക്കാനായിട്ട്. നല്ലപോലെ വെട്ടി തിളപ്പിക്കുക വെള്ളം. അതിലേക്ക് ഈ റൈസ് ഇട്ടിട്ട് ഒരു 6 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുക. അങ്ങനെ എടുത്ത് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസാണ്. ഇനി നമുക്കിത് രണ്ടും അരച്ചെടുക്കാം. ആദ്യം തന്നെ ഞാൻ അരച്ചെടുക്കുന്നത് പച്ചരിയാണ്. കുറച്ചായതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിന് തന്നെയാണ് ഞാൻ പച്ചരി അരച്ചെടുക്കുന്നത്. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാതിരിക്കുക. അത്യാവശ്യം കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക. കാരണം നമ്മൾക്ക് ഇതിലേക്ക് ശർക്കരപ്പാവ് കൂടെ ചേർക്കാനുണ്ട്. അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുക്കുക. ഒരുപാട് മഷി പോലെ അരച്ചെടുക്കാതിരിക്കുക. എന്നാലാണ് ആ ഉണ്ണിയപ്പത്തിന് നമുക്കൊരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യാം. അപ്പോൾ തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കണേ. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. അത്യാവശ്യം കട്ടിക്ക് തന്നെയാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പുഴുക്കലരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ അരച്ചെടുക്കാം. അതിന് മുന്നായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അതായത് ക്യൂമിൻ സീഡ്സ്, നല്ല ജീരകം. ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്ക പൗഡർ ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് 5-6 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചുക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചുക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതും അരച്ചെടുക്കാം. നേരത്തെ അരച്ചെടുത്തതുപോലെ തന്നെ. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് കട്ടിക്ക് തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇതും തരിതരിപ്പോട് കൂടി തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കണേ. ഇപ്പോൾ ഞാൻ ഇതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഒരു 2-3 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാവ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2.5 അച്ച് ശർക്കര ആണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ അച്ച് ശർക്കര ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു പാകത്തിനുള്ള മധുരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കുറച്ചും കൂടെ മധുരം വേണം എന്നുണ്ടെങ്കിൽ ഈ ശർക്കര ഒന്നാക്കി കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽട്ടായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ശർക്കരപ്പാവൊക്കെ അത്യാവശ്യം നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് മാവിലേക്ക് അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ ഇത് മുഴുവനേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതിലേക്കുള്ള പാകത്തിനുള്ള മധുരത്തിനുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച പാടെ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. പക്ഷേ എനിക്ക് ക്യാമറ ഉള്ളത് കാരണം അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനൊന്ന് ബൗളൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ബൗൾ വളരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം ഞാൻ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചേർത്ത് അരച്ചിട്ടുണ്ട്, പക്ഷേ ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ജീരകം വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം.
ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ലതായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. മൈദയും എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഴമാണ് കേട്ടോ. ഞാൻ 2 മൈസൂർ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൈസൂർ പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി എടുത്താലും മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ മാവ് ഏകദേശം സെറ്റായി കഴിഞ്ഞു കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് സെറ്റായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇത് ചുട്ടെടുക്കാനാണെങ്കിൽ ഈ ഒരു സമയത്ത് നെയ്യിൽ തേങ്ങാക്കൊത്തും എള്ളും കൂടെ വറുത്തെടുത്തിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതൊരു 8 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷം മാത്രമാണ് ഞാൻ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പം കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി 8 മണിക്കൂറിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തും എള്ളും വറുത്തെടുത്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ദാ ഒരു 8 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിതിപ്പോൾ ഓപ്പൺ ആക്കുന്നത്. 8 മണിക്കൂറിലധികമായി. ഞാനിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. മാവ് നല്ല പോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇങ്ങനെ 8 മണിക്കൂറൊക്കെ ഇങ്ങനെ നമ്മൾ പുളിക്കാനായിട്ട് വെക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഒന്നുമില്ല, ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. മൂത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എള്ള്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ഞാൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ വെളിച്ചെണ്ണ ആയാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തത്. ഇപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കുഴിയിലേക്കും മാവ് കോരി ഒഴിക്കാം. പിന്നെ മാവ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ കുഴിയിലേക്ക് 1/4 ഭാഗം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കരുതേ. അങ്ങനെ ആകുമ്പോൾ പുറത്തേക്ക് ചാടിപ്പോവും മാവെല്ലാം. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണേ. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഉണ്ണിയപ്പം നല്ല ഗോൾഡ് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് കോരിയെടുക്കാം. ഇപ്പോൾ ദാ ഒരു സെറ്റ് ഉണ്ണിയപ്പം ആയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല രുചിയായിട്ടുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് പറ്റുമേ. ഇനി അടുത്ത ബാച്ചും അതുപോലെ തന്നെ നമുക്ക് കോരി ഒഴിക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് ചുട്ടെടുക്കുന്നത് ഈ ഒരൊറ്റ ഓയിലാണ് കേട്ടോ. കാരണം ഞാൻ വേറെ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. ഈ ഒരൊറ്റ ആദ്യം നമ്മൾ ഒഴിച്ചിട്ടുള്ള ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം എണ്ണ കുടിക്കുന്ന പ്രശ്നമോ അങ്ങനെ ഒന്നും വരില്ല. ഈ ഒരൊറ്റ ഓയിലിൽ മാത്രമാണ് ഞാനിതെല്ലാം ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ദാ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ഞാൻ എല്ലാ ഉണ്ണിയപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം. കണ്ടോ, ഉള്ളിലേക്ക് നന്നായിട്ട് ആരെടുത്തിട്ടുള്ള നല്ല നാടൻ ഉണ്ണിയപ്പാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പാണ്. നല്ല ടേസ്റ്റാണ്. പുറമേ അത്യാവശ്യം നല്ലതായിട്ട് ക്രഞ്ചിനെസ്സും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള നാരെടുത്തിട്ടുള്ള നാടൻ ഉണ്ണിയപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കണേ. പിന്നെ എല്ലാ ഫാമിലിക്കും പിന്നെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. താങ്ക്